ഇന്ന് നമ്മൾ ട്രാൻസിസ്റ്റേഴ്സ് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ BJT എന്ന ട്രാൻസിസ്റ്ററുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ട്രാൻസിസ്റ്ററുകൾ ആദ്യം ആ ഡിവൈസ് എന്താണ് എന്ന് പറയും. ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന ഡിവൈസ് ശരിക്കും മൂന്ന് ടെർമിനലുകൾ ഉള്ള മൂന്ന് റീജിയനുള്ള രണ്ട് ജംഗ്ഷനുള്ള ഒരു ഡിവൈസാണ്. മൂന്ന് ടെർമിനൽ 1, 2, 3 അത് തന്നെയാണ് ഉള്ളൂ. 1, 2, 3 ത്രീ ടെർമിനൽ, ത്രീ റീജിയൻ, 1, 2, 3 ത്രീ റീജിയൻ, 2 ജംഗ്ഷൻ, ജംഗ്ഷൻ 1, ജംഗ്ഷൻ 2 അങ്ങനെ ഉള്ള ഒരു ഡിവൈസാണ് ട്രാൻസിസ്റ്റർ. അപ്പോൾ the three terminals are called emitter, collector and base. നമ്മൾ അതിൻ്റെ അബ്രിവേഷൻ കൊടുക്കുമ്പോൾ E emitter, C collector, B base. എമിറ്റർ, ബേസ്, കളക്ടർ എന്നുള്ളതാണ്. ശരിക്കും ത്രീ ടെർമിനൽ, ത്രീ റീജിയൻ, 2 ജംഗ്ഷൻ ഡിവൈസാണ് ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ ഈ അതിന് മറ്റൊരു ഡെഫിനിഷനും കൂടെ നമുക്ക് പറയാൻ പറ്റും. അതായത് ശരിക്കും ഒരു ട്രാൻസിസ്റ്റർ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് 2 PN ജംഗ്ഷനുകൾ ബാക്ക് ടു ബാക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രാൻസിസ്റ്റർ ഐദർ ഇറ്റ് ഈസ് എ PNP ട്രാൻസിസ്റ്റർ ഓർ ഇറ്റ് ഈസ് ആൻ NPN ട്രാൻസിസ്റ്റർ. ഇറ്റ് ഈസ് കൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് 2 PN ജംഗ്ഷൻസ് അറേഞ്ച്ഡ് ബാക്ക് ടു ബാക്ക്. 2 PN ജംഗ്ഷനുകൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ നോക്കാം, ഇതൊരു PNP ട്രാൻസിസ്റ്റർ ആണ്. ഒരു PN ജംഗ്ഷൻ, അടുത്ത PN ജംഗ്ഷൻ ബാക്ക് ടു ബാക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതുപോലെ അടുത്തൊരു ടൈപ്പ് ഉണ്ട്, NPN ട്രാൻസിസ്റ്റർ. NPN ട്രാൻസിസ്റ്ററിലും ഒരു PN ജംഗ്ഷൻ, വീണ്ടും മറ്റൊരു PN ജംഗ്ഷൻ. അപ്പോൾ PN ജംഗ്ഷൻ, PN ജംഗ്ഷൻ, 2 PN ജംഗ്ഷനിൽ ബാക്ക് ടു ബാക്ക് അറേഞ്ച് ചെയ്താണ് ഈ 2 ടൈപ്പ് ട്രാൻസിസ്റ്ററുകളുടെയും നിർമ്മാണം. അങ്ങനെയാണ് അതിനെ എൻ്റെ കൺസെഷണൽ ഫീച്ചറിൽ ആദ്യമായി നമ്മൾ പറയുന്നത്. സോ എ ട്രാൻസിസ്റ്റർ കൺസിസ്റ്റ് ഓഫ് 2 PN ജംഗ്ഷൻസ്. The 2 PN junctions are arranged back to back. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 3 റീജിയൻ ഉണ്ട്. ഒരു P റീജിയൻ, അടുത്തത് N റീജിയൻ, അടുത്തത് ഒരു P റീജിയൻ. P റീജിയൻ എന്ന് പറയുമ്പോൾ സപ്പോസ് ചെയ്ത് ഈ ട്രാൻസിസ്റ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് ജർമാനിയത്തിലോ അല്ലെങ്കിൽ സിലിക്കോണിലോ ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഒരു വലിയ ജർമാനിയം പീസ് എടുത്തിട്ട് അതിൻ്റെ ഒരു മെജോറിറ്റി പോർഷൻ P ടൈപ്പ് ഡോപ്പിംഗ് ചെയ്തു. അടുത്ത് ഒരു കുറച്ച് ചെറിയൊരു പോർഷൻ N ടൈപ്പ് ഡോപ്പിംഗ് ചെയ്തു. വീണ്ടും അടുത്തൊരു മെജോറിറ്റി പോർഷൻ P ടൈപ്പ് ഡോപ്പിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ P ടൈപ്പും N ടൈപ്പും ഡോപ്പിംഗ് ആൾട്ടർനേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ മിഡിലുള്ള റീജിയൻ ഫിസിക്കലി കുറച്ച് ചെറുതായിരിക്കും. മിഡിലെ റീജിയൻ ഫിസിക്കലി ചെറുതായിരിക്കും. അത് ആ മിഡിൽ റീജിയനിൽ നിന്നാണ് ബേസ് എന്ന ടെർമിനൽ നമ്മൾ എടുക്കുന്നത്. ബേസ് ടെർമിനൽ എടുക്കുന്ന ആ റീജിയൻ അത് മിഡിലെ റീജിയനാണ്. ഇവിടെ അത് N ടൈപ്പ് ഡോപ്പിംഗ് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ്. ഇവിടെ അത് P ടൈപ്പ് ഡോപ്പിംഗ് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ്. അതായത് എമിറ്ററിൽ നിന്നും കറണ്ടിനെ കളക്ടറിലേക്ക് പാസ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് ഒരു ബൈപ്പാസ് ഏരിയ ആയിട്ട് മാത്രമാണ് ഈ ബേസിൻ്റെ ഫങ്ഷൻ. അല്ലാതെ ബേസിന് മറ്റു വലിയ ഫങ്ഷൻസ് ഒന്നുമില്ല. കറണ്ട് കളക്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ കറണ്ടിനെ ഇഞ്ചെക്ട് ചെയ്ത് വിടുന്നതോ അങ്ങനെയുള്ള ഫങ്ഷൻസ് ഒന്നുമില്ല. ഒരു ബൈപ്പാസ് ഏരിയ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് അതിനൊരു ചെറിയ പോർഷൻ മാത്രം കൊടുത്താൽ മതിയോ. ബേസിക്കലി ഇറ്റ് ഈസ് നാരോ എന്നുള്ള രീതിയിലാണ്. ഇനി P ടൈപ്പ് PNP ട്രാൻസിസ്റ്ററിലെ ആദ്യത്തെ P ടൈപ്പ് റീജിയൻ എന്ന് പറയുന്നത് അവിടെ നിന്നാണ് നമ്മൾ എമിറ്റർ ടെർമിനൽ എടുത്തിരിക്കുന്നത്. ആദ്യത്തെ P ടൈപ്പ് റീജിയൻ. ഒരു ട്രാൻസിസ്റ്റർ PNP ആയാലും NPN ആയാലും 3 റീജിയൻ ഉണ്ടാവും. അതിൻ്റെ റിഗാർഡ്ലെസ് ഓഫ് ദി ടൈപ്പ് PNP ആണ് NPN ആണ് എന്നുള്ള ടൈപ്പിൽ നിന്നും വ്യത്യസ്തമായി, ടൈപ്പിനൊന്നും നമ്മളിവിടെ പറയുന്നില്ല, ഈ ടെർമിനലുകൾ 3 വരുന്നത് എമിറ്റർ, ബേസ്, കളക്ടർ വരുന്നത് ഒന്നുപോലെയാണ്. ഏറ്റവും ലെഫ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള ആ റീജിയനിൽ നിന്ന് എമിറ്റർ എടുക്കുന്നു, മിഡിൽ നിന്ന് ബേസ് എടുക്കുന്നു, റൈറ്റ് ഹാൻഡ് റീജിയനിൽ നിന്ന് കളക്ടർ എടുക്കുന്നു. ഫിസിക്കലി എമിറ്റർ റീജിയനും അതുപോലെ കളക്ടർ റീജിയന് ഏകദേശം ഫിസിക്കലി സെയിം സൈസ് ആയിരിക്കാം. എന്നാൽ ബേസ് റീജിയൻ കുറച്ച് ചെറിയൊരു സൈസ് ആയിരിക്കും. അപ്പോൾ ഇവിടെയും ലെഫ്റ്റ് സൈഡിൽ എമിറ്റർ, മിഡിൽ ബേസ്, റൈറ്റ് സൈഡിൽ കളക്ടർ. PNPക്ക് NPN തന്നെയാണ്. NPNിലെ
ആദ്യത്തെ എൻ ടൈപ്പ് റീജിയനിൽ നിന്നും എമിറ്റർ എടുത്തിരിക്കുന്നു. മിഡിലെ പി ടൈപ്പ് റീജിയനിൽ നിന്ന് അത് ഫിസിക്കലി കുറച്ച് ചെറുതാണ്, ബേസ് എടുത്തിരിക്കുന്നു. അവസാനത്തെ എൻ ടൈപ്പ് റീജിയനിൽ നിന്ന് കളക്ടർ എടുത്തിരിക്കുന്നു. അപ്പോൾ ടെർമിനലുകൾ എമിറ്റർ ബേസ് കളക്ടർ, എമിറ്റർ ബേസ് കളക്ടർ എന്നുള്ളത് PNP ട്രാൻസിസ്റ്ററിനും NPN ട്രാൻസിസ്റ്ററിനും ഒന്നുപോലെ ആണത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ PNP ട്രാൻസിസ്റ്ററിനും NPN ട്രാൻസിസ്റ്ററിനും 2 PN ജംഗ്ഷനുകൾ ബാക്ക് ടു ബാക്ക് അറേഞ്ച്മെന്റ് ചെയ്ത് ആണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിൽ 3 ടെർമിനലുകളുണ്ട്. ആ 3 ടെർമിനലുകളെ യഥാക്രമം എമിറ്റർ എന്നും ബേസ് എന്നും കളക്ടർ എന്നും പറയും. ഇവിടെ അതുപോലെ എമിറ്റർ ബേസ് കളക്ടർ, ഇത് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. ഇതിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അതായത് PNP ട്രാൻസിസ്റ്ററിലെ എമിറ്റർ ടെർമിനൽ ഇതാണ്, ഇത് കളക്ടർ ടെർമിനൽ, ഇത് ബേസ് ടെർമിനൽ. അപ്പോൾ ഈ 3 ടെർമിനൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത്, PNP ട്രാൻസിസ്റ്ററിനും NPN ട്രാൻസിസ്റ്ററിനും എമിറ്റർ ടെർമിനലിൽ ഒരു ആരോ ഹെഡ് ഉണ്ട്. എമിറ്റർ ടെർമിനലിൽ ഒരു ആരോ ഹെഡ് ഉണ്ട്. അത് PNP ട്രാൻസിസ്റ്ററിന് എമിറ്ററിലെ ആരോ ഹെഡ് ട്രാൻസിസ്റ്ററിനുള്ളിലേക്കാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ട്രാൻസിസ്റ്ററിന്റെ ഉള്ളിലേക്കാണ് ആരോ ഹെഡ് ഇങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്തത് ഇത്. അപ്പോൾ അതിനർത്ഥം എമിറ്ററിൽ ഒരു കറണ്ട് ഉണ്ട്, അതിന് എമിറ്റർ കറണ്ട് എന്നാണ് പറയുന്നത്. എമിറ്റർ കറണ്ട് PNP ട്രാൻസിസ്റ്ററിനുള്ളിലേക്കാണ് എന്നാണ്. എമിറ്റർ കറണ്ട് IE എന്ന് പറയുന്നത് എമിറ്റർ കറണ്ട് into the transistor. PNPക്ക് IE അകത്തേക്ക്, അങ്ങനെയാണെങ്കിൽ NPN ട്രാൻസിസ്റ്ററിന് IE flows out of the transistor. വ്യത്യാസം എന്താണ്? വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ PNP ട്രാൻസിസ്റ്റർ ആൻഡ് NPN ട്രാൻസിസ്റ്റർ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് PNP ട്രാൻസിസ്റ്ററിന്റെയും NPN ട്രാൻസിസ്റ്ററിന്റെയും വ്യത്യാസങ്ങൾ ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാവുന്നത് ഈ മേലിൽ നിന്ന് ഇങ്ങനെ പറയാം. PNP ട്രാൻസിസ്റ്ററിൽ 2 P റീജിയനുകൾക്കിടയ്ക്ക് ഒരു N റീജിയൻ സാൻഡ്വിച്ച് ചെയ്തിരിക്കുന്നു. അതൊരു അതിൻ്റെ ആ സ്ട്രക്ചറിങ്ങിലുള്ള ആ ഒരു വ്യത്യാസം നമുക്കിവിടെ വരച്ച് കാണിക്കാവുന്നതാണ്. 2 P റീജിയനുകൾക്കിടയ്ക്ക് ഒരു N റീജിയൻ സാൻഡ്വിച്ച് ചെയ്തു PNP ട്രാൻസിസ്റ്റർ. NPN ട്രാൻസിസ്റ്റർ ആണെങ്കിൽ 2 N റീജിയനുകൾക്കിടയ്ക്ക് 2 N ടൈപ്പ് ഡോപ്പിംഗ് മെറ്റീരിയലുകൾ എന്ന് പറയുന്ന 2 N ടൈപ്പ് റീജിയൻ, ആ റീജിയൻ ഇടയ്ക്ക് ഒരു P ടൈപ്പ് റീജിയൻ സാൻഡ്വിച്ച് ചെയ്തു. ഇനി PNP ട്രാൻസിസ്റ്ററിൽ മിഡിലിലെ N റീജിയനിൽ നിന്ന് ബേസ് ടെർമിനൽ എടുത്തിരിക്കുന്നു. NPN ട്രാൻസിസ്റ്ററിൽ മിഡിലിലെ P ടൈപ്പ് റീജിയനിൽ നിന്ന് ബേസ് ടെർമിനൽ എടുത്തിരിക്കുന്നു. ഇനി 2 ടൈപ്പ് ട്രാൻസിസ്റ്ററുകൾക്ക് ലെഫ്റ്റ് സൈഡിൽ എമിറ്റർ, മിഡിലിൽ ബേസ്, റൈറ്റ് സൈഡിൽ കളക്ടർ. ഇവിടെ അങ്ങനെ തന്നെ. ഇനി സിംബോളിക് റെപ്രസെൻറ്റേഷനിൽ PNP ട്രാൻസിസ്റ്ററിന് സിംബോളിക് റെപ്രസെൻറ്റേഷനിൽ എമിറ്ററിലെ കറണ്ട് ട്രാൻസിസ്റ്ററിനുള്ളിലേക്ക് ആണ് ആരോ ഹെഡ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ PNP ട്രാൻസിസ്റ്ററിന് എമിറ്റർ കറണ്ട് ട്രാൻസിസ്റ്ററിനുള്ളിലേക്ക് വരുന്നതായിട്ടാണ് ആരോ ഹെഡ് കാണിക്കുന്നത്. NPN ട്രാൻസിസ്റ്ററിന് എമിറ്റർ കറണ്ട് ട്രാൻസിസ്റ്ററിനുള്ളിൽ നിന്നും പുറത്തേക്ക് പോകുന്നതായിട്ടാണ് ആരോ ഹെഡ് കാണിച്ചിരിക്കുന്നത്. ഇനി PNP ട്രാൻസിസ്റ്ററിനും NPN ട്രാൻസിസ്റ്ററിനും എമിറ്റർ കറണ്ടിനെ സൂചിപ്പിക്കുന്നത് മാത്രമേ ആരോ ഹെഡ് കാണുന്നുള്ളൂ. മറ്റു 2 കറണ്ടുകൾക്കും ആരോ ഹെഡ് ഇല്ല. ഇനി 2 ട്രാൻസിസ്റ്ററുകൾക്കും എമിറ്റർ കറന്റ് IE ഈസ് ഈക്വൽ ടു IB പ്ലസ് IC എന്നാണ്. ഇവിടെയും അത് തന്നെ. IE ഈസ് ഈക്വൽ ടു IB പ്ലസ് IC. 2 ട്രാൻസിസ്റ്ററുകൾക്കും എമിറ്റർ കറന്റ് ഈസ് ഈക്വൽ ടു ബേസ് കറന്റ് പ്ലസ് കളക്ടർ കറന്റ്. ഇതിൽ സപ്പോസ് എമിറ്റർ കറന്റ് 100% കറണ്ട് ആണെങ്കിൽ 100% ഇതിൽ IB എന്ന് പറയുന്നത് 2%, ബാക്കിയുള്ള ഏകദേശം 98% വരും. കൃത്യമല്ല, 2% വരെ, 0 മുതൽ 2% വരെ കറണ്ടാണ് ബേസ് കറണ്ട്. അതവിടെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ 2%, സപ്പോസ് ഇത് എക്സാക്ട്ലി 2% ഉണ്ടെങ്കിൽ 98% കൂടെ കൂട്ടുമ്പോൾ 100% എന്നുള്ളത് അവിടെ അത് തന്നെയാണ്. ഇറ്റ് ഈസ് 100% ആണെങ്കിൽ ഇത്
2% ഓൾമോസ്റ്റ് പ്ലസ് ഇത് 98% എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇനി ഇവിടെ PNP ട്രാൻസിസ്റ്ററിൽ IE പുറത്തേക്കാണെങ്കിൽ IE അകത്തേക്കാണെങ്കിൽ IB and IC are പുറത്തേക്കാണ്. അപ്പോൾ ഇവിടെ എമിറ്റർ കറണ്ട് അകത്തേക്ക് വരുമ്പോൾ മറ്റു രണ്ട് കറണ്ടുകളും പുറത്തേക്ക് പോകും. അതായത് ഈ കറണ്ട് ഇങ്ങോട്ട് IB, ഈ കറണ്ട് ഇങ്ങോട്ട് IC. ഇങ്ങനെ ഇവിടെ IE പുറത്തേക്കാണെങ്കിൽ IB and IC into the transistor. ഇത് ഉള്ളിലേക്ക് IB, ഇത് ഉള്ളിൽ. ഇത്രയാണ് വ്യത്യാസം. അപ്പോൾ ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ BJT ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് 3 ടെർമിനലുകളുള്ള 3 റീജിയനുകളുള്ള 2 ജംഗ്ഷനുമുള്ള ഒരു ഡിവൈസാണ്. അതായത് 2 PN ജംഗ്ഷനുകളെ ബാക്ക് ടു ബാക്ക് അറേഞ്ച്മെൻറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ഡിവൈസാണ് ട്രാൻസിസ്റ്റർ. ഇനി ട്രാൻസിസ്റ്റർ 2 ടൈപ്പ് ഉണ്ട്. PNP ട്രാൻസിസ്റ്ററുകളും NPN ട്രാൻസിസ്റ്റർ. അതിൽ PNP ട്രാൻസിസ്റ്ററുകൾക്ക് 2 P റീജിയനുകൾക്കിടയ്ക്ക് ഒരു N റീജിയൻ വെച്ചിരിക്കുന്നു. NPN ട്രാൻസിസ്റ്ററുകൾക്ക് 2 N റീജിയനിന് ഇടയ്ക്കായിട്ട് ഒരു P റീജിയൻ സാൻഡ്വിച്ച് ചെയ്തു. അങ്ങനെ ഇനി ഇവിടുത്തെ PNP ട്രാൻസിസ്റ്ററിന്റെ മെജോറിറ്റി ചാർജ് കേരിയർ എന്ന് പറയുന്നത് ഇവിടുത്തെ മെജോറിറ്റി ചാർജ് കേരിയർ എന്ന് പറയുന്നത് ഹോൾസ് ആണ്. ഇവിടുത്തെ മെജോറിറ്റി ചാർജ് കേരിയർ എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഒരു NPN ട്രാൻസിസ്റ്ററിലെ മെജോറിറ്റി ചാർജ് കേരിയേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടെ കറണ്ട് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഇലക്ട്രോൺസ് ആണ്. ഒരു PNP ട്രാൻസിസ്റ്ററിൽ കറണ്ട് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന്റെ ആ ഒരു ഉത്തരവാദിത്വം ഹോൾസിനാണ്. എന്നാൽ ഉപയോഗത്തിൽ നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ടറികളിലേക്ക് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് NPN ട്രാൻസിസ്റ്റർ. കാരണം ഈ ഇലക്ട്രോണുകൾക്കാണ് കറണ്ട് കണ്ടക്ടിവിറ്റി ഈ ഹോൾസിനേക്കാൾ കൂടുതൽ സ്പീഡിലും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടും ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ കറണ്ട് കണ്ടക്ഷൻ്റെ കാര്യത്തിലും അതുപോലെ തെർമൽ സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിലും ഒക്കെ NPN ട്രാൻസിസ്റ്റർ PNP ട്രാൻസിസ്റ്ററേക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, റിലയബിലിറ്റി NPN ട്രാൻസിസ്റ്ററിന് തന്നെയാണ് കൂടുതൽ. കണ്ടക്ടിവിറ്റിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. തെർമൽ സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിലൊക്കെ NPN ട്രാൻസിസ്റ്ററാണ് മികച്ചു നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് മിക്കവാറും NPN ട്രാൻസിസ്റ്റർ ആയിരിക്കാം ഉപയോഗത്തിലുള്ളത്. PNP ട്രാൻസിസ്റ്ററുകൾക്കും ഉപയോഗത്തിലുണ്ട്. എങ്കിലും കമ്പാരിറ്റീവ്ലി വി ആർ ഡിപ്പെൻഡിങ് ദി NPN transistors for our electronic circuit. അപ്പോൾ പ്രാഥമികമായിട്ട് എന്താണ് ട്രാൻസിസ്റ്റർ എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും പറയാം. അതായത് എ ട്രാൻസിസ്റ്റർ ഈസ് എ 3 terminal 2 junction 3 region device. It is constituted of 2 PN junctions which are placed back to back in a particular arrangement. Back to back arrangemental വെച്ചിരിക്കുന്ന 2 PN ജംഗ്ഷനുകൾ. അപ്പോൾ 2 PN ജംഗ്ഷനുകൾ ബാക്ക് ടു ബാക്ക് അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് ട്രാൻസിസ്റ്റർ ഉണ്ടാക്കാം എന്നുള്ള രീതി വന്നപ്പോൾ നമുക്ക് ഒരു PN ജംഗ്ഷൻ ഇങ്ങനെ മറ്റൊരു PN ജംഗ്ഷൻ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് അറേഞ്ച് ചെയ്ത് ഈ രീതിയിൽ ഉണ്ടാക്കിയപ്പോൾ അതൊരു PNP ട്രാൻസിസ്റ്ററായി. ഇനി അതുപോലെ ഒരു PN ജംഗ്ഷൻ ഇങ്ങനെയും മറ്റൊരു PN ജംഗ്ഷൻ അങ്ങനെയും വെച്ചപ്പോൾ അതൊരു NPN ട്രാൻസിസ്റ്ററായി. 2 ട്രാൻസിസ്റ്ററുകളും 3 ടെർമിനലുണ്ട്. 3 ടെർമിനലുകൾ യഥാക്രമേണ എമിറ്റർ ബേസ് കളക്ടർ എന്ന് പറയുന്നു. അവിടെ ഈ എമിറ്റർ ബേസ് കളക്ടർ എന്ന് തന്നെയാണ് പറയുന്നത്. അതിൽ എമിറ്റർ ടെർമിനൽ 2 ട്രാൻസിസ്റ്ററിന്റെ 2 ടൈപ്പ് ട്രാൻസിസ്റ്ററെ ലെഫ്റ്റിലെ റീജിയനിൽ നിന്ന് എടുക്കും. കളക്ടർ ടെർമിനൽ 2 ട്രാൻസിസ്റ്ററെ റൈറ്റ് ഹാൻഡ് സൈഡിലെ റീജിയനിൽ നിന്ന് നമ്മൾ എടുക്കും. മിഡിലെ ആ ഒരു നാരോ റീജിയനിൽ നിന്ന് 2 ട്രാൻസിസ്റ്ററിന് വേണ്ടിയിട്ട് ബേസ് ടെർമിനൽ എടുക്കാറുണ്ട്. ബേസ് റീജിയൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഒരു ലൈറ്റ്ലി ഡോപ്ഡ് റീജിയൻ ആണ്. എന്നാൽ എമിറ്റർ റീജിയനാണ് വളരെ ഹെവി ആയിട്ട് ഡോപ്പ് ചെയ്ത് എടുക്കുന്നത്. എമിറ്റർ റീജിയൻ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? P റീജിയനിൽ നിന്നാണ്, N റീജിയനിൽ നിന്നാണ്. ആ റീജിയൻ ഹെവിലി ഡോപ്ഡ് ആയിരിക്കാം, ലൈറ്റ്ലി ഡോപ്ഡ് ആണ്
ബേസ് റീജിയൻ. ഇത്രയും ആണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇനി മറ്റൊരു കാര്യം, PNP ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിൽ ഒരു കറണ്ട് ഫ്ലോയുടെ, അതിൻ്റെ കൺവെൻഷണൽ കറണ്ട് ഫ്ലോയുടെ ഒരു ആരോ ഹെഡ് ഇൻഡിക്കേഷൻ ഉണ്ട്. അത് ട്രാൻസിസ്റ്ററിനകത്തേക്കാണ്. അപ്പോൾ അകത്തേക്ക് എമിറ്റർ കറണ്ട് വന്നു കഴിഞ്ഞാൽ PNP ട്രാൻസിസ്റ്ററിൽ മറ്റ് രണ്ട് കറണ്ടുകൾ, ബേസ് കറണ്ടും കളക്ടർ കറണ്ടും പുറത്തേക്ക് പോയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എമിറ്റർ കറണ്ട് ഈസ് ഈക്വൽ ടു ബേസ് കറണ്ട് പ്ലസ് കളക്ടർ കറണ്ട്. സാധാരണ ഒരു ബേസ് കറണ്ട് എന്ന് പറയുന്നത് പരമാവധി 2% വരെ ട്രാൻസിസ്റ്ററുകളിൽ വരാറുള്ളൂ. അതിൻ്റെ ഡോപ്പിംഗ് ലെവൽ അനുസരിച്ചാണ് ആ കറണ്ട് അങ്ങനെ വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി 98% കളക്ടർ കറണ്ടായിരിക്കും എന്നുള്ളത്. അവിടെയും അത് തന്നെയാണ് നിയമം. IE = IB + IC. അതിനകത്ത് IE എന്ന് പറയുന്നത് PNP ട്രാൻസിസ്റ്റൻസ്, NPN ട്രാൻസിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അത് ട്രാൻസിസ്റ്ററിൽ നിന്ന് വെളിയിലേക്ക് പോകുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റ് രണ്ട് കറണ്ടുകളും ട്രാൻസിസ്റ്ററിന് ഉള്ളിലേക്ക് വന്നേ മതിയാകൂ. അതായത് ബേസ് കറണ്ട്, കളക്ടർ കറണ്ടും ട്രാൻസിസ്റ്ററിനുള്ളിലേക്ക് കിട്ടും. ഇപ്പോൾ ട്രാൻസിസ്റ്ററുകളെ കുറിച്ചുള്ള കൺസ്ട്രക്ഷൻ ഇത്രയാണ് അറിയാം. ഇനി നമുക്ക് ട്രാൻസിസ്റ്റർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ട്രാൻസിസ്റ്റർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്, ട്രാൻസിസ്റ്റർ സാധാരണ ഉപയോഗിക്കുന്നത്, ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിക്കുന്നത് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറുകളിലാണ് ഉപയോഗിക്കുന്നത്. ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറുകൾ അവ സിഗ്നൽ അല്ലെങ്കിൽ പവർ ഒക്കെ ആംപ്ലിഫൈ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. നമ്മളൊരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ ഒരു സിഗ്നൽ ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് ബയാസ് ചെയ്തിട്ട്, ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ഒരു ട്രാൻസിസ്റ്ററിനെ പ്രോപ്പറായിട്ട് ബയാസ് ചെയ്തിട്ട് ആംപ്ലിഫയർ ഉണ്ടാക്കി ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള സിഗ്നലോ പവറോ ആംപ്ലിഫയറിൽ കൊടുത്താൽ അതിൻ്റെ ഔട്ട്പുട്ടിൽ, ഇൻപുട്ടായിട്ട് കൊടുത്താൽ ഔട്ട്പുട്ടിൽ അതേ ഫ്രീക്വൻസിയിലുള്ള ആംപ്ലിഫൈ ചെയ്ത കൂടിയ പവറായിട്ടോ അല്ലെങ്കിൽ സ്ട്രെങ്ത് കൂടിയ സിഗ്നലായിട്ടോ നമുക്ക് കിട്ടും. അപ്പോൾ ശരിക്കും ട്രാൻസിസ്റ്ററുകളുടെ ഉപയോഗം എന്ന് പറയുന്നത് ആംപ്ലിഫയറുകൾ ഉണ്ടാക്കാനായിട്ട്, ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട്, സിഗ്നൽ ആംപ്ലിഫിക്കേഷൻ, പവർ ആംപ്ലിഫിക്കേഷൻ. അതുപോലെ യൂസ്ഡ് ആസ് ആൻ ഇലക്ട്രോണിക് സ്വിച്ചുകൾ. ഇലക്ട്രോണിക് സ്വിച്ച് എന്നത് വളരെ ഫാസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്ന ഇലക്ട്രോണിക് സ്വിച്ചുകൾ കറണ്ടിനെ ഓൺ ആൻഡ് ഓഫ് കണ്ടീഷനിലേക്ക് അല്ലെങ്കിൽ സിഗ്നലുകളെ ഓൺ ആൻഡ് ഓഫ് കണ്ടീഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അത് സ്വിച്ചിങ് ഓഫ് എന്ന് പറയുന്ന സിഗ്നലുകളുടെയും പവറുകളുടെയും ആ ഒരു തുടർച്ച എന്നുള്ളത്, ആ ഒരു കണ്ടിന്യൂറ്റി ശരിക്കും ഇലക്ട്രോണിക് സ്വിച്ച് എന്നുള്ള രീതിയിൽ ട്രാൻസിസ്റ്ററുകൾക്ക് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രാൻസിസ്റ്റർ ഈസ് യൂസ്ഡ് ആസ് an amplifier. Both transistors are used in amplifiers in order to amplify electrical power or in order to amplify signals, and it is also used as an electronic switch. അതാണ് ട്രാൻസിസ്റ്ററുകളുടെ ഉപയോഗം. ഓക്കെ, ഇനി ട്രാൻസിസ്റ്ററുകൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പോൾ ട്രാൻസിസ്റ്ററുകളുടെ വർക്കിംഗ് പറയുന്നതിന് മുമ്പ് ട്രാൻസിസ്റ്ററുകൾ എങ്ങനെ ബയാസ് ചെയ്യണം എന്നുള്ളത് നോക്കണം. ബയാസ് ചെയ്തിട്ട് ഒരു DC വോൾട്ടേജ് കൊടുത്ത് പ്രോപ്പറായി ബയാസ് ചെയ്തതിന് ശേഷം മാത്രമാണ് അതിൻ്റെ ഇൻപുട്ട് ടെർമിനലുകളിൽ സിഗ്നലുകൾ കൊടുക്കുകയും ഔട്ട്പുട്ട് ടെർമിനലുകളിൽ നിന്ന് ആംപ്ലിഫൈ ചെയ്ത സിഗ്നലുകൾ എടുക്കുകയും ചെയ്യണം. അത് നോക്കാം. രണ്ട് ട്രാൻസിസ്റ്ററുകൾ, ഞാനൊരു PNP ട്രാൻസിസ്റ്ററും മറ്റൊരു NPN ട്രാൻസിസ്റ്ററും ബയാസ് ചെയ്തിരിക്കുകയാണ്, പ്രോപ്പറായിട്ട് ബയാസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ബയാസ് ചെയ്യേണ്ടത്, ട്രാൻസിസ്റ്ററിൽ ബയാസ് ചെയ്യേണ്ടത് രണ്ട് ജംഗ്ഷനുകളാണ്. അതായത് എമിറ്റർ ബേസ് ജംഗ്ഷൻ, എമിറ്റർ ബേസ് EB ജംഗ്ഷൻ forward biased. അതുപോലെ CB ജംഗ്ഷൻ കളക്ടർ ബേസ്, CB ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്. ഇതാണ് റൂൾ. അതായത് PNP ട്രാൻസിസ്റ്ററിനായാലും NPN ട്രാൻസിസ്റ്ററിനായാലും നമ്മൾ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇൻപുട്ട് ടെർമിനൽ ഒരു ആംപ്ലിഫയർ, ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആക്കിയിട്ട് അതിൻ്റെ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് ടെർമിനലുകളിൽ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സിഗ്നലുകൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഈ രണ്ട് ട്രാൻസിസ്റ്ററിൻ്റെ, PNP ആയാലും NPN ആയാലും, ആ ട്രാൻസിസ്റ്ററിൻ്റെ രണ്ട് ജംഗ്ഷനുകളുണ്ട്. എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്നും കളക്ടർ ബേസ് ജംഗ്ഷൻ എന്നും രണ്ട് ജംഗ്ഷനുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു
3 ടെർമിനൽ 3 റീജിയൻ 2 ജംഗ്ഷൻ ഡിവൈസ് ആണ് ട്രാൻസിസ്റ്റർ. അപ്പോൾ ആ രണ്ട് ജംഗ്ഷനിൽ ഒന്ന് EB ജംഗ്ഷനും മറ്റൊന്ന് CB ജംഗ്ഷനും, എമിറ്റർ ബേസ് ജംഗ്ഷനും കളക്ടർ ബേസ് ജംഗ്ഷനും. അപ്പോൾ രണ്ട് ജംഗ്ഷനുകളെയും രണ്ട് ട്രാൻസിസ്റ്ററിലും അത് രണ്ട് ട്രാൻസിസ്റ്ററിലും ഒന്നുപോലെ തന്നെയാണ്. അത് PNP ട്രാൻസിസ്റ്ററിലായാലും EB ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡായിരിക്കണം, CB ജംഗ്ഷൻ റിവേഴ്സ് ബയസ്ഡായിരിക്കും. അതുപോലെ NPN ട്രാൻസിസ്റ്റർ ആണെങ്കിൽ സെയിം EB ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡായിരിക്കണം, CB ജംഗ്ഷൻ റിവേഴ്സ് ബയസ്ഡായിരിക്കണം. അങ്ങനെ ബയാസ് ചെയ്ത് DC വോൾട്ടേജിന്റെ പൊളാരിറ്റികൾ കറക്റ്റ് പൊളാരിറ്റിക്ക് അനുസരിച്ച് ഇതുപോലെ ഫോർവേഡ് ബയാസിങ് റിവേഴ്സ് ബയാസിങ് രണ്ട് ജംഗ്ഷനുകളെയും വരുത്തി തീർത്തതിന് ശേഷം മാത്രം നമ്മൾ ടെർമിനല് ആംപ്ലിഫൈ ചെയ്യാനുള്ള സിഗ്നൽ അപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ PNP ട്രാൻസിസ്റ്റർ എമിറ്റർ കറണ്ട് അകത്തേക്ക്, ഇപ്പോൾ PNP ട്രാൻസിസ്റ്റർ എമിറ്റർ കറണ്ട് അകത്തേക്കാണെങ്കിൽ മറ്റ് രണ്ട് കറണ്ടുകളും പുറത്തേക്ക് പോകും. കളക്ടർ കറണ്ട് പുറത്തേക്ക്, ട്രാൻസിസ്റ്ററിന് പുറത്തേക്ക്, ബേസ് കറണ്ട് പുറത്തേക്ക്. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ആദ്യം എമിറ്റർ കറണ്ട് അകത്തേക്ക് പോകണമെങ്കിൽ, ട്രാൻസിസ്റ്ററിനുള്ളിലേക്ക് പോകണമെങ്കിൽ ഇവിടുത്തെ ബയാസിങ് വോൾട്ടേജിന്റെ പൊളാരിറ്റി നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവ് ആയിരിക്കും. പിന്നെ പോസിറ്റീവ് terminal of the battery is connected here in this way so that the current from the positive terminal of the battery flows through like this. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തെങ്കിൽ മാത്രമേ ഈ ട്രാൻസിസ്റ്ററിന്റെ IE എന്നത് ഉള്ളിലേക്ക് പോകണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്തത്. അപ്പോൾ തീർച്ചയായും ഇവിടെ പോസിറ്റീവ് കണക്ട് ചെയ്തെങ്കിലേ കറണ്ട് അകത്തേക്ക് പോകും PNP ട്രാൻസിസ്റ്റർ. അങ്ങനെയാണെങ്കിൽ ഈ ബേസ് കറണ്ട് താഴേക്ക് വന്നു, അതുപോലെ കളക്ടർ കറണ്ട് പുറത്തേക്ക് വരും. അപ്പോൾ കളക്ടർ കറണ്ട് പുറത്തേക്ക് വരുമ്പോൾ കളക്ടർ ഈ CB ജംഗ്ഷനിൽ, ഇവിടുത്തെ CB ജംഗ്ഷനിൽ നമ്മൾ ബയാസിങ് വോൾട്ടേജ് ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും. കാരണം ഒരു കറണ്ട് എപ്പോഴും ഒരു നെഗറ്റീവ് ടെർമിനലിലേക്ക് വരും. ഒരു കറണ്ട് എപ്പോഴും ഒരു നെഗറ്റീവ് ടെർമിനലിലേക്ക് വരാവും. അപ്പോൾ ഇവിടെ നിന്ന് ഈ കളക്ടർ കറണ്ട് കൺവെൻഷനലി ഈ ട്രാൻസിസ്റ്റർ സ്വഭാവം അനുസരിച്ച് പുറത്തേക്കാണ് വരുന്നത്. അപ്പോൾ അതൊരു ബയാസിങ് സോഴ്സിലേക്ക് പോകുമ്പോൾ അത് ആ ബയാസിങ് സോഴ്സിന്റെ നെഗറ്റീവിലേക്ക് പോകും. അതാണ് റൂൾ. അപ്പൊ ഇപ്പൊ ഇവിടെ എമിറ്റർ EB ജംഗ്ഷൻ ഫോർവേഡ് ബയാസിങ്ങിനുമായി, CB ജംഗ്ഷൻ റിവേഴ്സ് ബയാസിങ്ങിനുമായി ഓൾറെഡി ആയി. നമ്മൾ ട്രാൻസിസ്റ്ററിന്റെ കറണ്ടിന്റെ ഡയറക്ഷൻ നോക്കിയിട്ട് ഈ എക്സ്റ്റേണൽ ബയാസിങ് വോൾട്ടേജിന്റെ ബാറ്ററികൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ അതുപോലെ അത് ഈ ഭാഗം മാത്രം ശ്രദ്ധിക്കുക. ഈ ഭാഗം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു NPN ട്രാൻസിസ്റ്ററിൽ എമിറ്റർ കറണ്ട് IE എമിറ്റർ കറണ്ട് നോർമലി ട്രാൻസിസ്റ്ററിന്റെ എമിറ്റർ ടെർമിനലാണ്, അത് പുറത്തേക്കാണ് ആരോഗ്യത്തെ സൂചിപ്പിക്കേണ്ടത്. അത് ആരോഗ്യത്തെ സൂചിപ്പിച്ചാൽ കറണ്ട് നേരെ ഇങ്ങനെ തന്നെ വരണം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സൈഡിലുള്ള ബയാസിങ് വോൾട്ടേജ് നെഗറ്റീവിൽ വരും. അവിടെ ഞാൻ പറഞ്ഞു ഒരു കറണ്ട് വന്നാൽ അത് എപ്പോഴും ഒരു നെഗറ്റീവ് ടെർമിനലേ വരാം. അപ്പോൾ ഈ കറണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നെഗറ്റീവിലേ വരാം, ഇത് പോസിറ്റീവ് ഇങ്ങനെ കണക്ട് ചെയ്യും. ഇനി അങ്ങനെയാണെങ്കിൽ മറ്റു രണ്ട് കറണ്ടുകൾ ബേസ് കറണ്ട് കളക്ടർ കറണ്ട് ട്രാൻസിസ്റ്ററിനകത്തേക്ക് വരണം. അപ്പൊ കളക്ടർ കറണ്ട് ട്രാൻസിസ്റ്ററിനകത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ കളക്ടർ സൈഡിലെ CB ജംഗ്ഷനിലെ ബയാസിങ് വോൾട്ടേജ് ഇവിടെ പോസിറ്റീവ് കണക്ട് ചെയ്താലേ പറ്റുള്ളൂ. ഇവിടെ പോസിറ്റീവ് കണക്ട് ചെയ്താലേ കറണ്ട് അകത്തേക്ക് വരുള്ളൂ. അപ്പൊ ഈ ബേസ് കറണ്ട് അകത്തേക്ക്. അപ്പൊ ഇവിടെയും നമ്മൾ ചെയ്തിരിക്കുന്നത് EB ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്, CB ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്. ഈ രണ്ട് ട്രാൻസിസ്റ്ററിൽ എക്സ്റ്റേണൽ വോൾട്ടേജുകൾ പിടിപ്പിച്ചിരിക്കുന്നത് ട്രാൻസിസ്റ്ററിന്റെ കറണ്ടിന്റെ ഡയറക്ഷൻ വെച്ചുകൊണ്ട് ചെയ്താൽ മതി. അവിടെ ശ്രദ്ധിക്കാനുള്ളത് ഒരു കറണ്ട് ഒരു പോസിറ്റീവ് ടെർമിനൽ മാത്രമേ പോകുന്നുള്ളൂ. ഇപ്പൊ ഇവിടെ എമിറ്റർ കറണ്ട് അകത്തേക്ക് വന്നു, അതുകൊണ്ട് അവിടെ പോസിറ്റീവ് ഇട്ട് കൊടുത്തു. ഇനി ഒരു കറണ്ട് എവിടെയെങ്കിലും വന്നു ചേരുന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് ഉണ്ടാവും. ഇവിടെ ഒരു ബാറ്ററി നമ്മൾ വെച്ച് ഒരു കറണ്ട് ഈ IC പുറത്തേക്ക് വന്നേ പറ്റും, അതുകൊണ്ട് നെഗറ്റീവ്. അപ്പൊ അതുപോലെ NPNൽ കറണ്ട് പുറത്തേക്കാണ് വരുന്നത്. അപ്പൊ ഇവിടെ ബയാസിങ് വോൾട്ടേജ് നെഗറ്റീവ്. ഇവിടെ ഒരു കറണ്ട് അകത്തേക്ക്, ഈ കറണ്ട് പുറത്തു പോയാൽ മറ്റു രണ്ട് കറണ്ട് അകത്തേക്ക് വരണം. അപ്പോൾ ഇവിടെ അകത്തേക്ക് വരാൻ വേണ്ടി പോസിറ്റീവ് ഉണ്ട്. അപ്പോൾ EB ജംഗ്ഷൻ ഫോർവേഡ് ബയാസിങ്ങും CB ജംഗ്ഷൻ റിവേഴ്സ് ബയാസിങ്ങിലും രണ്ട് ട്രാൻസിസ്റ്ററിലും ചെയ്തിട്ട് മാത്രമേ ആംപ്ലിഫൈ ചെയ്യാനുള്ള സിഗ്നൽ അപ്ലൈ ചെയ്യാം. ഇതൊരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇതാണ്, ഈ രണ്ട് സൈഡ്. ഇവിടെ ആംപ്ലിഫൈ ചെയ്യാനുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ ആംപ്ലിഫൈ ചെയ്യാനുള്ള സിഗ്നൽ ഇവിടെ ഇടാം. സിഗ്നൽ ഇവിടെ നിന്ന് ഔട്ട്പുട്ട് എടുക്കാം.
ഇവിടെ ഇൻപുട്ട് ഇവിടെ എടുക്കുക, ഇവിടെ നിന്ന് ഔട്ട്പുട്ട് എടുക്കുക. അവിടെ എങ്ങനെ ചെയ്യാം എടുക്കാവുന്നത്. ഇപ്പോൾ വർക്കിംഗ് എന്ന് പറയുമ്പോൾ ബയാസിംഗ് ഓഫ് ട്രാൻസിസ്റ്റർ അത് പറയുക. അത് പറഞ്ഞിട്ട് സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യാനുള്ളത് ഇൻപുട്ട് ടെർമിനൽ കൊടുക്കുക, ഔട്ട്പുട്ടിൽ നിന്ന് എടുക്കുക. അങ്ങനെ പറയാം. ഇനി ട്രാൻസിസ്റ്ററുകളുടെ ഉപയോഗം ഞാൻ നേരത്തെ പറഞ്ഞു. ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്നത് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആംപ്ലിഫയറുകൾ ഇലക്ട്രിക്കൽ പവറിനെയും അതുപോലെ ഇലക്ട്രിക്കൽ സിഗ്നലിനെയും ആംപ്ലിഫൈ ചെയ്യും. അത് ഫ്രീക്വൻസിയിൽ മാറ്റങ്ങളൊന്നും വരുത്തില്ല, സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു ഇൻപുട്ട് സിഗ്നൽ, ഇങ്ങനെ ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഔട്ട്പുട്ട് സിഗ്നൽ ആംപ്ലിഫൈ ചെയ്ത് കിട്ടും. ഇങ്ങനെ ഒരു സിഗ്നൽ ഓക്കെ. അപ്പോൾ ട്രാൻസിസ്റ്ററുകളെ കുറിച്ച് അത്യാവശ്യം ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ട്രാൻസിസ്റ്ററിൻ്റെ സ്ട്രക്ചർ, രണ്ട് PNPയുടെ NPNന്റെ സ്ട്രക്ചർ, അതുപോലെ അവയുടെ സിമ്പലുകൾ, 3 കറണ്ട്, എമിറ്റർ കറണ്ട്, ബേസ് കറണ്ട്, കളക്ടർ കറണ്ട്. അത് PNPയിൽ എമിറ്റർ കറണ്ട് എങ്ങോട്ടാണ്, ബേസ് കറണ്ടും കളക്ടർ കറണ്ട് എങ്ങോട്ടാണ് എൻ്റെ ഡയറക്ഷൻ. അതുപോലെ NPN ട്രാൻസിസ്റ്ററിലും എമിറ്റർ കറണ്ടിൻ്റെ ഡയറക്ഷൻ, അതുപോലെ ബേസ് കറണ്ടും കളക്ടർ കറണ്ടിൻ്റെ ഡയറക്ഷൻ. ഇനി 2 ട്രാൻസിസ്റ്ററുകളിലും എമിറ്റർ കറണ്ട് ഈസ് ഈക്വൽ ടു സം ഓഫ് ബേസ് കറണ്ട് ആൻഡ് കളക്ടർ കറണ്ട്. രണ്ടിടത്തും അങ്ങനെ തന്നെയാണ്. I ഈസ് ഈക്വൽ ടു IB പ്ലസ് IC. രണ്ടിടത്തും അങ്ങനെ തന്നെ. ഇനി ട്രാൻസിസ്റ്ററുകൾ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഒരു സർക്യൂട്ടിൽ ആംപ്ലിഫയറായി ഉപയോഗിക്കുന്നതിന് മുമ്പ്, ആംപ്ലിഫയർ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ആംപ്ലിഫയർ ആക്കി നമ്മളൊരു സർക്യൂട്ട് ഡിസൈൻ ചെയ്തിട്ട് ട്രാൻസിസ്റ്ററുകളെ പ്രോപ്പർ ബയാസിങ്ങിന് വിധേയമാക്കും. അപ്പോൾ ട്രാൻസിസ്റ്ററുകളെ പ്രോപ്പർ ബയാസിങ്ങിന് വിധേയമാക്കുക എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്ററിൻ്റെ 2 ജംഗ്ഷനുകളെ ബയാസ് ചെയ്യും. 2 ജംഗ്ഷനുകൾ EB ജംഗ്ഷൻ, എമിറ്റർ ബേസ് ജംഗ്ഷൻ, പിന്നെ ഒന്ന് CB ജംഗ്ഷൻ, കളക്ടർ ബേസ് ജംഗ്ഷനാണ്. 2 ട്രാൻസിസ്റ്ററുകൾക്കും എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസിങ്ങിലും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസിങ്ങിലും എക്സ്റ്റേണൽ വോൾട്ടേജ് കറക്റ്റ് പൊളാരിറ്റി കണക്ട് ചെയ്തിരിക്കും. അതിനുശേഷം മാത്രമേ ഇൻപുട്ട് ടെർമിനലിൽ സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യാൻ കൊടുക്കുക, ഔട്ട്പുട്ട് ടെർമിനലിൽ നിന്ന് സിഗ്നൽ ആംപ്ലിഫൈ ചെയ്ത് എടുക്കാം. ഇനി ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറുകളെ സംബന്ധിച്ച് 2 വാക്കുകൾ കൂടെ, രണ്ട് സിമ്പലുകളുടെ കാര്യം, ആൽഫ ബീറ്റ എന്നുള്ളത് ഇവിടെ അറിയാം. ആൽഫ ഓഫ് എ ട്രാൻസിസ്റ്റർ. ആൽഫ ഓഫ് എ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്, അതായത് ഇൻ CB മോഡ്. CB മോഡ് എന്ന് പറഞ്ഞാൽ കോമൺ ബേസ് മോഡ്, കോമൺ ബേസ് ആംപ്ലിഫയർ, അല്ലെങ്കിൽ CB ആംപ്ലിഫയർ. ഇൻ CB ആംപ്ലിഫയർ കറണ്ട് ഗെയിൻ ഈ ആൽഫ. CB ആംപ്ലിഫയർ, കോമൺ ബേസ് ആംപ്ലിഫയറിലെ കറണ്ട് ഗെയിനെയാണ് ആൽഫ എന്ന് പറയുന്നത്. ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിൻ മീൻസ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു IC ബൈ I എന്നാണ്. IC ബൈ I, കളക്ടർ കറണ്ട് ഡിവൈഡ് ബൈ എമിറ്റർ കറണ്ട്. അപ്പോൾ CB ആംപ്ലിഫയറിൽ ഔട്ട്പുട്ട് കറണ്ട് IC, ഇൻപുട്ട് കറണ്ട് I. അപ്പോൾ കോമൺ ബേസ് ആംപ്ലിഫയറിൽ ഇൻപുട്ട് കറന്റ് IE, ഔട്ട്പുട്ട് കറണ്ട് IC. അങ്ങനെയാണെങ്കിൽ കറണ്ട് ഗെയിൻ ആൽഫ ഈസ് ഈക്വൽ ടു IC ബൈ IE. ഇറ്റ് ഈസ് ഈക്വൽ ടു മാക്സിമം യൂണിറ്റ് ആണ്.
സാധാരണ ആംപ്ലിഫയറിനൊക്കെ സാധാരണ ആൽഫയുടെ വാല്യൂ 0.95 0.96 എന്നൊക്കെയുള്ള രീതിയിൽ 0.9521 ഇതായിരിക്കും എൻ്റെ പരമാവധി. അപ്പോൾ ആൽഫ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി കറണ്ട് ഗെയിൻ ഇൻ കോമൺ ബേസ് ആംപ്ലിഫയർ ആൻഡ് ഈസ് ദ റേഷ്യോ ഓഫ് കളക്ടർ കറണ്ട് ടു എമിറ്റർ കറണ്ട്. ഇത്രയും പറയും ആൽഫ ഓഫ് എ ട്രാൻസിസ്റ്റർ. സി ബി ആംപ്ലിഫയറിലെ കറണ്ട് ഗെയിനാണ് ആൽഫ എന്ന് പറയുന്നത്. അതിൽ സി ബി ആംപ്ലിഫയറിൽ ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത് എമിറ്റർ കറണ്ടാണ് ഐ ഇ, ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് കളക്ടർ കറണ്ടാണ് ഐ സി. അപ്പോൾ കറണ്ട് ഗെയിൻ ആൽഫ ഈസ് ഈക്വൽ ടു ഐ സി ബൈ ഐ ഇ ആണ്. അതിൻ്റെ പരമാവധി വാല്യൂ 1 ആണ്. സാധാരണ ആൽഫയുടെ വാല്യൂ 0.95 മുതൽ 0.1 വരണം. 0.99 ആയാൽ ഏറ്റവും നന്ന്. 0.95 നല്ലതാണ് 0.96. 0.96 നല്ല ട്രാൻസിസ്റ്ററാണ് 0.97 എന്നത്. ഇപ്പോൾ യൂണിറ്റ് 1-ൽ ഒരു 1-ൽ എങ്ങനെ കിട്ടില്ല, 0.99 എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ ട്രാൻസിസ്റ്ററുകൾ കിട്ടാറുള്ളൂ. അപ്പോൾ യൂണിറ്റിയോട് ഏറ്റവും കൂടുതൽ ആൽഫയുടെ വാല്യൂ അപ്രോച്ച് ചെയ്യുന്നു എങ്കിൽ അതിനർത്ഥം അത് ട്രാൻസിസ്റ്റർ കറണ്ട് കണ്ടക്ഷനിൽ നല്ല ഒരെണ്ണമാണ് എന്ന് വിചാരിക്കും. If the value of alpha is approaching to unity in the sense that the transistor is better for current conduction. കണ്ടക്ഷനിലാണ് നല്ലതെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആൽഫ is equal to IC by IE, മാക്സിമം വാല്യൂ 1 ആണ്. ഇനി ബീറ്റ of transistor, അത് in CE amplifier, common emitter amplifier. In CE amplifier, current gain is beta is equal to IC by IB. Input current is equal to IB, output current is equal to IC. അതായത് ഒരു CE ആംപ്ലിഫയർ, കോമൺ എമിറ്റർ ആംപ്ലിഫയർ, CE ആംപ്ലിഫയർ, കോമൺ എമിറ്റർ ആംപ്ലിഫയറിൽ ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത് ബേസ് കറണ്ടാണ് IB, ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് കളക്ടർ കറണ്ടാണ് IC. അപ്പോൾ കറണ്ട് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീറ്റ, കറണ്ട് ഗെയിൻ ബീറ്റ ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. അപ്പോൾ ഔട്ട്പുട്ട് IC ഡിവൈഡ് ബൈ ഇൻപുട്ട് IB. ഇതിൻ്റെ വാല്യൂ ഏകദേശം 250 അതിൽ കൂടുതലോ 250 അതിന് മുകളിലും പോകും. ചില നല്ല ട്രാൻസിസ്റ്ററുകൾ 250, 275, 300, 200 മുതൽ ഈ ബീറ്റയുടെ വാല്യൂ ഉള്ള ട്രാൻസിസ്റ്ററുകളുണ്ട്. ബീറ്റയുടെ വാല്യൂ 200 മുകളിലോട്ടുള്ള ട്രാൻസിസ്റ്ററുകളൊക്കെയാണ് ഏറ്റവും നല്ലത്. 250 അതിൻ്റെ മുകളിലിട്ടും പോകും. അപ്പോൾ IC ബൈ IB, കളക്ടർ കറണ്ട് ഡിവൈഡഡ് ബൈ ബേസ് കറണ്ട് എന്ന് പറയുന്നതാണ് ബീറ്റ. കോമൺ എമിറ്റർ ആംപ്ലിഫയറിലാണ് ഈ കറണ്ട് ഗെയിൻ ബീറ്റ എന്ന് നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് IC ബൈ IB ആണ്. വാല്യൂ 250 അതിന് മേളിലോട്ടും പോകും. അപ്പോൾ ആൽഫയും ബീറ്റയും ചോദിക്കും. ആൽഫ is the current gain in common base amplifier. It is the ratio of collector current to emitter current, IC by I. Beta is the current gain of CE amplifier, common emitter amplifier. It is the ratio of collector current to base current. And the value 200 മേളിലാണ്, 200, 250 ആ റേഞ്ചിൽ. അപ്പോൾ ഇത് രണ്ടും പഠിച്ചു കൊടുക്കുക. ആൽഫ ബീറ്റ. വാട്ട് ഈസ് ആൽഫ ഓഫ് എ ട്രാൻസിസ്റ്റർ, വാട്ട് ഈസ് ബീറ്റ ഓഫ് എ ട്രാൻസിസ്റ്റർ. ഈ ട്രാൻസിസ്റ്ററുകളെ കോമൺ ബേസ് ആംപ്ലിഫയറിലും കോമൺ എമിറ്റർ ആംപ്ലിഫയറിലും ഇടുമ്പോഴാണ് കറണ്ട് ഗെയിൻ നമുക്ക് ആൽഫയെന്നും ബീറ്റയെന്നും കിട്ടുന്നത്. ആ കറണ്ട് ഗെയിൻ ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി ഒരു ക്ലാസ് കൂടെ ഈ 4th യൂണിറ്റിൽ ഉണ്ട്. അപ്പോൾ അത് SCR കൾ. അപ്പോൾ SCR അതിൻ്റെ ആപ്ലിക്കേഷൻ, പിന്നെ പ്രധാനമായിട്ട് അതിനകത്ത് ചോദിച്ചു വരുന്നത് കൺട്രോൾ സിസ്റ്റം എത്ര ടൈപ്പ് ഉണ്ട്, അതും കൂടെ ഒരു ക്ലാസ്സിൽ നോക്കാം. അത് കഴിഞ്ഞ് 1ാമത്തെ യൂണിറ്റിലെയും 2ാമത്തെ യൂണിറ്റിലെയും കുറച്ച് കൂടുതലായിട്ട് ചോദിച്ചു വരുന്ന ഓരോ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതും കൂടെ എടുക്കാം. ബാക്കിയുള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന 3 ക്ലാസ്സുകൾ കൂടെ ആയിക്കഴിഞ്ഞാൽ 100% മാർക്കും ഒരു എബോവ് ആവറേജ് സ്റ്റുഡൻസിന് സ്കോർ ചെയ്യാൻ പറ്റും.